സുന്ദരിയുണ്ട്. പിന്നെ ഡിന്നറിന് വിശന്നിട്ട് വയ്യ. കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു കപ്പ് കടലമാവും കൂടെ ചേർക്കണം. കടലമാവ് ചേർത്ത് ഒന്നുകൂടി സോഫ്റ്റാവും, ടേസ്റ്റും കൂടുതലും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ഞാൻ പാലക്കിൻ്റെ ഇല ചൂടുവെള്ളത്തിയിട്ട് ബ്ലാൻഡ് ചെയ്തെടുത്ത് മിക്സറിൽ നന്നായി അടിച്ചു വെച്ചതാണ്. ഇനി അത് നമുക്കൊരു 2 കപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്കൊന്ന് കുഴച്ച് നോക്കാം. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. വെള്ളത്തിന് അങ്ങനെ ക്വാണ്ടിറ്റി പറയാൻ പറ്റില്ല. നമ്മുടെ ആട്ടയുടെ കൺസിസ്റ്റൻസി ഓക്കെ ആവുന്ന വരെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഡിഷാണ് പറാട്ട. ആലു പറാട്ട, മെത്തി പറാട്ട, പനീർ പറാട്ട. പാലക് പനീർ പറാട്ട ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. വെറുതെ പനീർ പറാട്ട ഉണ്ടാക്കിയില്ല. കോളിഫ്ലവർ പറാട്ടയും നല്ല തന്നെയാണ്, അതുണ്ടാക്കാറുണ്ട്. കറക്റ്റായി പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് പറാട്ടയിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് പനീർ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പനീർ നൈസായി തന്നെ ഗ്രേറ്റ് ചെയ്യണം, ചെറിയ ഹോളുള്ള ഗ്രേറ്ററിൽ വെച്ചിട്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുഞ്ഞാവ വന്നുകൊണ്ട് കുഞ്ഞാവയാണ് പനീർ ഗ്രേറ്റിങ്ങിൻ്റെ സെക്ഷൻ ഏറ്റെടുത്തിരിക്കണേ. ഇനി പനീർ ഗ്രേറ്റ് ചെയ്തതിലേക്ക് 1 ക്യൂബ് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. കുഞ്ഞാവയുടെ ഫേവറേറ്റാണ് ചീസും കൂടെ ഇട്ടിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ 1 ക്യൂബ് ചീസും കൂടെ ഇട്ടു. ചീസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചീസ് ഇട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ പനീറിൻ്റെ കൂട്ടത്തിൽ. പനീറും ചീസും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഞാനിതിൽ ഗാർലിക്കും ഓണിയനും ഒന്നും ചേർക്കണില്ല. ഇങ്ങനെയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. ഗാർലിക് പേസ്റ്റ് ഇടാറുണ്ട് ഞാൻ, പക്ഷേ ഇന്ന് ഇട്ടില്ല. ഇന്ന് സിമ്പിളായിട്ട് ഈ പൗഡർ മാത്രം ഇട്ടിട്ട്. പിന്നെ ഓണിയൻ ഞങ്ങൾ ഇടാറേ ഇല്ല പറാട്ട ഉണ്ടാക്കുമ്പോൾ, പച്ചമുളകും ഒന്നും. ഫില്ലിങ്ങിൽ നമ്മുടെ ചോയ്സ് അനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ആലു പറാട്ട ആയാലും പനീർ പറാട്ട ആയാലും. ചിലയിടത്തൊക്കെ ആലു പറാട്ടയിലൊക്കെ കാന്തയും മല്ലിയിലയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിടും. ഇപ്പോൾ ആട്ടയും റെഡിയായി, ഫില്ലിങ്ങും റെഡിയായി. ഇനി നമുക്ക് പറാട്ട ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ ആട്ടയുടെ അത്ര തന്നെ എടുത്തിട്ട് നടുക്കിൽ ഫില്ലിങ് വെച്ച് മൂടി നമുക്ക് പറാട്ട പരത്തിയെടുക്കാം. പറാട്ട ഉണ്ടാക്കാൻ ചിലർ പറയും ഭയങ്കര ഹാർഡാണ്, ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരുമോ എന്നൊക്കെ. ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല.
നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തണ പോലെ കുറച്ച് സോഫ്റ്റായിട്ട് അങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഫില്ലിംഗ് ഒന്നും ഇതിൻ്റെ പുറത്തേക്ക് വരില്ല. പൊറോട്ട ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരുന്നില്ല. ചിലർക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊറോട്ട ശരിക്കും കറക്റ്റായി കിട്ടില്ല. 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓക്കെ ആയി വരും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമൊന്നും ശരിയാവില്ലായിരുന്നു ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഓക്കെ ആയി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൊറോട്ട പരത്തി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. പൊറോട്ട ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ലതുപോലെ നെയ്യ് പരട്ടി കൊടുക്കണം. പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ടാം. ഈ മുകളിലും കുറച്ച് നെയ്യ് പരട്ടിയിട്ട് എടുക്കാം. പൊറോട്ട എപ്പോഴും നല്ല നെയ്യിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോഴാണ് ശരിക്കും ടേസ്റ്റ്. നമ്മൾ എണ്ണ പരട്ടി കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഞാനെന്നും നെയ്യിലാണ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാറ്. നെയ്യ് പരട്ടി ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായി പൊങ്ങി വരും പൊറോട്ട. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പൊറോട്ട റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പൊറോട്ടയാണ് ഈ പനീർ ചീസ് പൊറോട്ട. പിന്നെ ലീഫി വെജിറ്റബിളായ പാലക്കും ഇതിനകത്ത് ചേരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. കുഞ്ഞാവേ, പാലക് പനീർ പൊറോട്ട വിത്ത് ചില്ലി പിക്കിൾ. ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇല്ലേ? ടേസ്റ്റ് ചെയ്തിട്ട് പറ. ഇവിടെ എല്ലാവരും അധികവും തൈരാണ് പൊറോട്ടയുടെ കൂടെ യൂസ് ചെയ്യുക. ഞങ്ങൾ മയണൈസോ പിക്കിളോ ആണ് യൂസ് ചെയ്യാറ്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാ. പാലക് ഇത് നല്ല ഹെൽത്തിയാണ്. പാലക്കിൻ്റെ വിറ്റാമിനും മിനറൽസും ഒക്കെ കിട്ടുന്നുണ്ട്. പനീർ, പ്രോട്ടീൻ. താങ്ക് യു. അമ്മയ്ക്ക് ഒരു വായ കൊടുത്തോക്കട്ടെ എന്നിട്ടോ. അമ്മ അമ്മ ഒരു വായ ഇത് കഴിച്ചോക്ക്. എങ്ങനെയുണ്ട്? നന്നായിണ്ടല്ലേ? അടിപൊളിയായിണ്ട്. ആ ഹെൽത്തി ആണ് അല്ലേ? ടിഫിനൊക്കെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി തരാം കേട്ടോ. ഓക്കേ. മയണൈസിന്റെ കൂടെ ഉണ്ടാക്കി തരാം. ഓക്കേ. ഇന്നിപ്പോ ഞാൻ അച്ചാറിന്റെ കൂടെ തന്നെ. അച്ചാറിന്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്.